എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മകഥയുടെ 5ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യത്തെ ആത്മകഥയാണ് എന്റെ കഥയില്ലായ്മകൾ. AP ഉദയഭാനുവിന്റെ ആത്മകഥയാണ് എന്റെ കഥയില്ലായ്മകൾ. പത്രപ്രവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിലാണ് AP ഉദയഭാനു പ്രസിദ്ധം. 1993 ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിതയായ ഭാരതി ഉദയഭാനു ഇദ്ദേഹത്തിന്റെ പത്നിയാണ്. ഇത് പൊതുവെ PSCയിലെ കണ്ടുവരുന്നൊരു ചോദ്യമാണ്. അതായത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. വർഷം 1954 കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായത്. അപ്പം ഈ ഒരു ചോദ്യം വേറൊരു ചോദ്യമായിട്ട് തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ഒരു ചോദ്യം വന്നാൽ അവിടെ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ലക്ഷ്മി N മേനോൻ എന്നായിരിക്കണം. 1952 ബീഹാറിൽ നിന്നാണ് ലക്ഷ്മി N മേനോൻ രാജ്യസഭാംഗമായത്. അപ്പോൾ രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത എന്ന ചോദ്യത്തിന് ലക്ഷ്മി N മേനോൻ എന്നായിരിക്കണം ഉത്തരം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ആരെന്നൊരു ചോദ്യം വന്നാൽ അത് ഭാരതി ഉദയഭാനു എന്നായിരിക്കണം. വർഷം 1954 എന്നുകൂടെ ഒന്ന് ഓർക്കുക. നമ്മൾ ആത്മകഥയുടെ സീരീസ് പഠിക്കുന്ന സമയത്ത് ഈ ഭാരതി ഉദയഭാനുവിന്റെ ആത്മകഥ ഏതാണെന്ന് പഠിച്ചിരുന്നു. അത് ഓർമ്മയുള്ളവര് ഏതാണ് ആ ആത്മകഥ എന്ന് കമന്റ് ആയിട്ട് ഇടുക. അടുത്ത ആത്മകഥയാണ് സർവീസ് സ്റ്റോറീസ് എന്റെ IAS ദിനങ്ങൾ. ഇത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥയാണ്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തെ ആത്മകഥ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സേവന കാലം അത്രയും അദ്ദേഹത്തിന്റെ ഉള്ള അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു ആത്മകഥ ഗ്രന്ഥമാണ്, ഒരു ആത്മകഥാംശമുള്ള ഗ്രന്ഥമാണ്. ഇദ്ദേഹം ഒരു IASകാരൻ എന്നതിലുപരി നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, കാർട്ടൂണിസ്റ്റ്, ചലച്ചിത്ര സംവിധായകൻ തുടങ്ങിയ രീതിയിലെല്ലാം പ്രശസ്തമാണ്. കേരളത്തിൽ താമസമാക്കിയ തമിഴ് സംസാരിക്കുന്ന അയ്യർ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ നോവലാണ് വേരുകൾ. ഇതിന് 1967 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തതാണ് ജീവിത മുദ്രകൾ. KC ചാക്കോയുടെ ആത്മകഥയാണ് ജീവിത മുദ്രകൾ. ഷവലിയാർ പട്ടം ലഭിച്ചിട്ടുള്ള KC ചാക്കോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് പ്രസിദ്ധൻ. കോഴിക്കോട്, കൊച്ചി സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് KC ചാക്കോയുടേത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിന് അദ്ദേഹം നൽകിയ ഊന്നലും പ്രയത്നവും ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രയത്നം മൂലമാണ്. അടുത്തതാണ് ഒരു സൗന്ദര്യ പ്രേമത്തിന്റെ കഥ. MP അപ്പന്റെ ആത്മകഥയാണ് ഒരു സൗന്ദര്യ പ്രേമത്തിന്റെ കഥ. ഇദ്ദേഹം മഹാകവി എന്ന സ്ഥാനപ്പേരോട് കൂടിയാണ് അറിയപ്പെട്ടിരുന്നത്. മഹാകവി എന്ന ഉപസർഗം ലഭിച്ച ആധുനിക കാലഘട്ടത്തിലെ ചുരുക്കം ചില കവികളിൽ ഒരാളാണ് MP അപ്പൻ. നമ്മൾ നേരത്തെ അക്കിത്തത്തിന്റെ കാര്യം പഠിച്ചിരുന്നു. തൂലികാനാമങ്ങൾ പഠിക്കുന്ന ആ അവസരത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അക്കിത്തവും മഹാകവി എന്ന ഒരു സ്ഥാനപ്പേരോട് കൂടി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ജ്ഞാനപീഠം ലഭിക്കുന്ന അവസാനത്തെ മഹാകവി അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നു അല്ലെ. അടുത്ത ആത്മകഥയാണ് ഞാൻ എന്ന ഭാവം. ഒരു എഴുത്തുകാരി എന്ന നിലയിലും മാധവിക്കുട്ടിയുടെ സഹോദരി എന്ന നിലയിലും ഒക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് സുലോചന നാലാപ്പാട്ട്. ഈ സുലോചന നാലാപ്പാട്ടിന്റെ ആത്മകഥയാണ് ഞാൻ എന്ന ഭാവം. അടുത്ത ആത്മകഥയാണ് ഗ്യാലറി. കാക്കനാടന്റെ ആത്മകഥയാണ് ഗ്യാലറി. അപ്പൊ കാക്കനാടന്റെ കാര്യവും എല്ലാം നമ്മൾ തൂലികാനാമം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല. അപ്പൊ കാക്കനാടന്റെ യഥാർത്ഥ പേര് അറിയാവുന്നവര് ഒരു കമന്റ് ആയിട്ട് ഒന്ന് ഇടുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ആത്മകഥയാണ് എന്റെ കഥ. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എന്റെ കഥ. കമലാസുരയ്യ എന്നൊക്കെ അറിയപ്പെടുന്ന നാലാപ്പാട്ട് തറവാടിന്റെ മറ്റൊരു സംഭാവനയാണ് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി. മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ, നീർമാതളം പൂത്തകാലം, മൈ സ്റ്റോറി, സമ്മർ ഇൻ കൽക്കട്ട തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. എന്റെ കഥ എന്ന മാധവിക്കുട്ടിയുടെ ആത്മകഥ
വളരെയധികം വിവാദപരമാവുകയും സമൂഹത്തിന്റെ ചർച്ചകൾക്കും വിചാരണയ്ക്കും ഒക്കെ പാത്രമാവുകയും തീർന്നതാണ്. ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കുക, നീർമാതളം പൂത്തകാലം എന്ന മാധവിക്കുട്ടിയുടെ കൃതിക്ക് 1997 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്.